അൽ വഹദത്തു സാദിസ ആറാമത്തെ യൂണിറ്റിന്റെ പേര് അത്യഖ്നിയ എന്നാണ്. എന്താ തിഖ്നിയ? ടെക്നോളജി. ഇതിൽ 2 പാഠങ്ങളാണുള്ളത്. ഒന്നാമത്തത് ഒരു മസ്രഹിയത്താണ്, ഒരു നാടകമാണ്. നാടകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ചിത്രമുണ്ട്. ടെക്നോളജിയുടെ വളർച്ചയെ കാണിക്കുന്ന ചിത്രമാണ്. ഇനി മസ്രഹിയത്ത് എന്താണെന്ന് നോക്കാം. മസ്രഹിയത്തിന്റെ പേര് മാ അഅ്ലമൽ ഇൻസാൻ. എന്തൊരു മഹാനായ മനുഷ്യൻ. മനുഷ്യൻ എന്നത് എന്തൊരു മഹത്തായ ക്രിയേഷനാണ്, എന്തൊരു മഹത്തായ സൃഷ്ടിപ്പാണ് മനുഷ്യൻ എന്ന ജീവവർഗം. അശഖ്സിയാത്ത്, ഈ നാടകത്തിലെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് അൽ ഉമ്മ. ഉംറുഹ, ഉമ്മയുടെ പ്രായം 40 സനത്തൻ, 40 വയസ്സാണ്. ഫി സിയീൻ മൻസിലിയീൻ, നാടകത്തിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത് വീട്ടിൽ ധരിക്കുന്ന വേഷത്തിലാണ്. അൽ ഇബ്നു, മകൻ. ഉംറുഹു, അവന്റെ പ്രായം 13 സന, 13 വയസ്സാണ്. ഇസ്മുഹു ഐമൻ, അവന്റെ പേര് ഐമൻ എന്നാണ്. പിന്നെയുള്ള കഥാപാത്രം അൽ ജദ്, ഉപ്പാപ്പ. ഉംറുഹു, അദ്ദേഹത്തിന്റെ പ്രായം 70 സന, 70 വയസ്സാണ്. അൽ ഇബ്നത്തു, മകൾ. ഉംറുഹ 10 വയസ്സ്. ഇസ്മുഹ റജ എന്നാണ് പേര്. സാഹിബുൽ കിഷ്കി, സ്റ്റാളിന്റെ ഉടമ. ഉംറുഹു, അവന്റെ പ്രായം 30 വയസ്സാണ്. സിയുഹു ബന്തലൂനും വഖമീസുൻ, പാൻറ്റും ഷർട്ടുമാണ് വേഷം. ലീന, ഉംറുഹ 13 വയസ്സ്. ജോർജ് 13 വയസ്സ്. പിന്നെ ഉള്ളത് ഒരു ഇൻസാലത്താണ്. ഇൻസാലത്ത് മീൻസ് റോബോട്ട്. ഉംറുഹ, അവളുടെ പ്രായം 2 വയസ്സാണ്. ഇസ്മുഹ ഡോണ എന്ന പേരുള്ള ഒരു റോബോട്ടും ഈ നാടകത്തിലെ കഥാപാത്രമാണ്. അൽ മഷ്ഹദുൽ അവൽ, ഒന്നാമത്തെ സീൻ. യർത്തഫിഉ സിതാറു, കർട്ടൻ ഉയരുന്നു. നാടകത്തിന് വേണ്ടി കർട്ടൻ ഉയർന്നപ്പോൾ അലൽ മസ്രഹി, സ്റ്റേജിന്റെ മേലെ ഉണ്ട്. ഊർഫത്തുൽ ഇസ്തിഖ്ബാൽ, ഒരു സ്വീകരണ മുറി, ഒരു ലിവിംഗ് റൂം, ഒരു വീട്ടിലെ ലിവിംഗ് റൂമാണ് സ്റ്റേജിൽ കാണിക്കുന്നത്. ഫിഹ അരീക്കത്തുൻ, അതിലൊരു സോഫയുണ്ട്. വ മിൻലദത്തുൻ, ഒരു ടേബിളുമുണ്ട്. മിൻലദത്ത്, ഇതാണ് ടേബിൾ. യജ്ലിസു ഐമൻ അലൽ അരീക്കത്തി, ഐമൻ സോഫയിൽ ഇരിക്കുന്നുണ്ട്. വാളി അൻ റിജ്ലൈഹി, തൻ്റെ കാലുകൾ വെച്ചുകൊണ്ട്. അല മിൻലദത്തിൻ, ആ മിൻലദത്തിന്റെ മേൽ കാല് വെച്ചുകൊണ്ട് ഐമൻ സോഫയിൽ ഇരിക്കുകയാണ്. ഓക്കെ. വഫി യദിഹി, അവന്റെ കയ്യിലുണ്ട്. ജവ്വാലുൻ, മൊബൈൽ ഫോൺ. യൽഅബു ബിഹി, അവൻ അതുകൊണ്ട് കളിക്കുകയാണ്, മൊബൈൽ കൊണ്ട് കളിക്കുകയാണ് ഐമൻ. യഹ്മിസു, പതുക്കെ പറയുകയാണ്. നജഹ്തു, ഞാൻ ജയിച്ചു. ഹസൽത്തു അല ദർജാത്തിൽ ഫായിക്ക, എനിക്ക് നല്ല പോയിന്റ് കിട്ടി, എനിക്ക് വലിയ പോയിന്റുകൾ ലഭിച്ചു. ഗെയിം കളിക്കുകയാണ് ഐമൻ ഫോണിൽ. അങ്ങനെ ഗെയിമിൽ പോയിന്റ് കിട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത്. സ്വന്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തദ്ഖുലു റജ കടന്നു വരുന്നു. റജ ഐമനോട് പറയുകയാണ്, അഹി ആത്തിനി അൽ ജവ്വാൽ, മൊബൈൽ ഫോൺ എനിക്ക് തരൂ. ആത്തിനി, എനിക്ക് തരൂ. അൽ ജവ്വാൽ, ആ മൊബൈൽ. മിൻ ഫദ്ലിക, പ്ലീസ്, ദയവായിട്ട് ആ മൊബൈൽ ഫോൺ ഒന്ന് തരുമോ? ഐമൻ, ലഹ്ള, ഒരു മിനിറ്റ്. ഉഅ്തികി ബഅദ ഹാദൽ ലഅബ്, ഈ ഗെയിമും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിനക്ക് തരും. ഒറ്റയടിക്ക് കൊടുക്കൂല അല്ലേ? ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞാലേ കൊടുക്കൂ. അപ്പോൾ ഉഅ്തികി, ഐ വിൽ ഗിവ് യു, ഞാൻ നിനക്ക് തരും. ബഅദ ഹാദൽ ലഅബ്, ഈ ഗെയിമിന് ശേഷം. അപ്പോൾ റജയും ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് അല്ലേ, ഗെയിം കളിക്കാനും മറ്റുമൊക്കെ. കം മുദ്ദത്തൻ ഖളൈത ഫിൽ ജവ്വാലി, എത്ര നേരമാണ് നീ മൊബൈലിൽ സമയം ചെലവഴിക്കുന്നത്? കം മുദ്ദത്തൻ, എത്ര നേരമായി. ഖളൈത, നീ കഴിച്ചു കൂട്ടുന്നു. ഫിൽ ജവ്വാൽ, മൊബൈലിൽ എത്ര നേരമായി മൊബൈൽ നീ നോക്കുന്നു? മാ സിൽത തൽഅബു മുൻദു സഅത്തിൻ വാഹിദ, 1 മണിക്കൂറായിട്ട് നീ അതിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. മാ സിൽത തൽഅബു, നീ കളിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. മുൻദു സഅത്തിൻ വാഹിദ, 1 മണിക്കൂറായിട്ട് നീ ഇതിൽ കളിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. അൽ ഉമ്മു തുനാദീക, ഉമ്മ നിന്നെ വിളിക്കുന്നുണ്ട്. അമ്മാ തസ്മൗ, നീ കേൾക്കുന്നില്ലേ. അൽ ഉമ്മു തുനാദി മീൻസ് വിളിക്കുന്നു നിന്നെ. അമ്മാ തസ്മൗ, നീ കേൾക്കുന്നില്ലേ. മൊബൈൽ കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ പറയുകയാണ് ആര്? റജ. അപ്പോൾ ഐമൻ പറയുന്നു, ലാ തുസ്ഇജീനി യാ റജ, എന്നെ ശല്യപ്പെടുത്തല്ലേ റജ. ലാ തുസ്ഇജീനി, എന്നെ ശല്യപ്പെടുത്തല്ല. അമ്മാ കുൽത്തുലക്ക്, ഞാൻ എന്നോട് പറഞ്ഞില്ലേ. ഉഅ്തിക്ക്, ഞാൻ നിനക്ക് നൽകും. ഇൻതദ്രി, വെയിറ്റ് ചെയ്യ്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യ്, എന്നാൽ ഞാൻ നിനക്ക് നൽകും. തജ്ലിസു റജ ബിജാനിബി ഐമൻ, അങ്ങനെ റജ ഐമനിന്റെ അടുക്കൽ ഇരിക്കുന്നു. തജ്ലിസു, ഇരിക്കുന്നു.
ബിജാനിബി ഐമൻ, ഐമനിന്റെ അടുക്കൽ. തത്വലിഉ അലാ ശാശത്തിൽ ജവ്വാൽ, അടുത്തിരുന്നു കൊണ്ട് ജവ്വാലിന്റെ മൊബൈലിന്റെ സ്ക്രീനിലേക്ക് എത്തി നോക്കുന്നുണ്ട്. തത്വലിഉ, അവൾ എത്തി നോക്കുന്നുണ്ട്, അലാ ശാശത്തിൽ ജവ്വാൽ, ഇവൻ കളിക്കുന്ന മൊബൈലിന്റെ സ്ക്രീനിലേക്ക്. എന്താണ് കളിക്കുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐമൻ ഇബ്തഅദി അന്നി, കുറച്ചങ്ങോട്ട് മാറി നിൽക്കൂ. ഇബ്തഅദ്, അകന്നു നിൽക്കൂ, മാറി നിൽക്കൂ. അൻതി മുസ്ഇജത്തുൻ ദായിമൻ, നീ എപ്പോഴും ശല്യമാണല്ലോ. മുസ്ഇജത്ത്, ശല്യക്കാരി. ദായിമൻ, എപ്പോഴും നിന്നെ കൊണ്ട് ശല്യമാണല്ലോ, കുറച്ചങ്ങോട്ട് മാറി നിന്നേ. യദ്ഫ ഐമൻ ഉഖ്തഹു, എന്ന് പറഞ്ഞുകൊണ്ട് ഐമൻ തന്റെ സഹോദരിയെ ഒരു തള്ളൽ. യദ്ഫ മീൻസ് തള്ളി. ഐമൻ തള്ളുന്നു. ഉഖ്തഹു, തന്റെ സഹോദരിയെ തള്ളി വീഴ്ത്തുന്നു. റജ ഉമ്മ അസ്ഖതനി ഐമൻ മിനൽ അരീക, എന്നെ ഐമൻ സോഫയിൽ നിന്നും തള്ളിയിട്ടു എന്ന് വിളിച്ചു പറഞ്ഞു റജ. എന്താ പറഞ്ഞത്? ഉമ്മ അസ്ഖതനി, എന്നെ വീഴ്ത്തി. അസ്ഖത മീൻസ് വീഴ്ത്തി, സഖത മീൻസ് വീണു, അസ്ഖത വീഴ്ത്തി. അസ്ഖതനി, എന്നെ വീഴ്ത്തി. ഐമൻ എന്നെ വീഴ്ത്തി കളഞ്ഞു. മിനൽ അരീക, സോഫയിൽ നിന്നും എന്ന് വിളിച്ചു പറഞ്ഞു റജ. അപ്പോൾ തദ്ഖുലുൽ ഉമ്മു അൽ മസ്റഹ, ഉമ്മ സ്റ്റേജിലേക്ക് കയറി വരുന്നു. ഉമ്മ ഗാളിബത്തൻ, ദേഷ്യപ്പെട്ടുകൊണ്ട് ഉമ്മ പറയുകയാണ് ഐമനോട്, യാ ഐമനെ അമാ സമയത്തൻ ഇതായി, നീ എന്റെ വിളി കേട്ടില്ലേ? കം വക്തൻ അൻതൽറുക ഫിൽ മത്ബഖ്, എത്ര നേരമായി ഞാൻ എന്നെ കിച്ചണിൽ കാത്തിരിക്കുന്നു. മാ തഫ്അലുഹുന, നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമാ സമയത്ത, നീ കേട്ടില്ലേ? നിദാ മീൻസ് വിളി, എന്റെ വിളി നീ കേട്ടില്ലേ? കം വക്തൻ അൻതൽറുക, ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. അൻതൽറു, ഞാൻ കാത്തിരിക്കുന്നു. ഫിൽ മത്ബഖ്, കിച്ചണിൽ. മാതാ തഫ്അലുഹുന, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ലിമ, അപ്പം മറ്റോള് കരയുന്നുണ്ട്. ആര്? റജ. അപ്പൊ റജയോട് ചോദിക്കുകയാണ്, ലിമ തബ്കീന, നീ എന്തിനാണ് കരയുന്നത്? യാ റജ ബാക്കിയത്തൻ കരഞ്ഞുകൊണ്ട്, അസ്ഖതനി ഐമൻ മിനൽ അരീക, ഐമൻ എന്നെ സോഫയിൽ നിന്നും അസ്ഖത, വീഴ്ത്തി കളഞ്ഞു, താഴെ ഇട്ടു. ലാ യുഅ്തിനി അൽ ജവ്വാൽ, അതാണ് പ്രധാന കാരണം അല്ലേ, എനിക്കവൻ മൊബൈൽ തരുന്നില്ല. ലാ യസാലു യൽഅബു ബിഹി മുൻസു സഅതൈനി, 2 മണിക്കൂറായിട്ട് അവൻ മൊബൈലിൽ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ 1 മണിക്കൂറായിരുന്നു, ഇപ്പൊ 2 മണിക്കൂറായി ഒറ്റയടിക്ക്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉമ്മ, അലം അഖുല്ലക, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, അല്ലാത്ത ബഅസബിൽ ജവ്വാൽ, മൊബൈൽ കൊണ്ട് കളിക്കരുത് എന്ന്. ആത്തിനി അൽ ജവ്വാൽ, മൊബൈൽ ഇങ്ങ് തരൂ. ആത്തിനി, എനിക്ക് തരൂ. അൽ ജവ്വാൽ, മൊബൈൽ. യാ റജ വ ഐമൻ, റജ ഐമൻ രണ്ടാളും ഇൽ അബ ഫിൽ ഫിനാ, മുറ്റത്ത് പോയി കളിച്ചോ. ഇൽ അബ, കളിക്കൂ. ഫിൽ ഫിനായ്, മുറ്റത്ത്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഉമ്മ ഐമന്റെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി പോവുകയാണ്. അപ്പോ തഗീബുൽ ഉമ്മു വറജ, ഉമ്മയും റജയും മറയുന്നു. അനിൽ മസ്റഹി, സ്റ്റേജിൽ നിന്നും. യജ്ലിസു ഐമൻ ബാക്കിയൻ, ഐമൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫയദ്ഖുലുൽ ജദ്ദു, മൊബൈൽ കൊണ്ടുപോയതിന് ഐമൻ കരയുകയാണ്. അപ്പോൾ ജദ് കടന്നു വരുന്നു അൽ മസ്റഹ, സ്റ്റേജിലേക്ക്. ഉപ്പാപ്പ വരികയാണ്. ഐമന്റെ കരച്ചിൽ കണ്ടപ്പോൾ അൽ ജദ്, പാപ്പ ചോദിക്കുന്നു, മാ ബിക യാ ബുനയ്യ, എന്ത് പറ്റി മോനെ? അറാക ഹസീനൻ, നിന്നെ ഞാൻ ദുഃഖിതനായി കൊണ്ട് കാണുന്നല്ലോ. ഐമൻ ബാക്കിയൻ കരഞ്ഞുകൊണ്ട്. ശതമത്തിനി ഉമ്മി, ഉമ്മ എന്നെ വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞു. അൽ ജദ്, ലിമ, എന്തിന്? വെറുതെ വഴക്ക് പറയല. ഐമൻ, ലാ തസ്മഹുനി ഉമ്മി ബില്ലഅബി, ഉമ്മ എന്നെ കളിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ കളിച്ചതിനാണ് വഴക്ക് പറഞ്ഞത്. എന്നെ ഉമ്മ കളിക്കാൻ സമ്മതിക്കുന്നില്ല. തസ്മഹു, സമ്മതിക്കുക. അൽ ജദ്, ഇതൻ തആലമായി, എന്നാ എന്റെ കൂടെ വരൂ. നൽഅബു ഫിൽ ഫിനാ, നമുക്ക് മുറ്റത്ത് കളിക്കാം. ഉമ്മ സമ്മതിക്കുന്നില്ല, ഞാനുണ്ട് നിന്റെ കൂടെ കളിക്കാൻ. ഐമൻ, ലാ ഫിൽ ഫിനാ ഇല്ലല്ല, മുറ്റത്തല്ല. ബൽ ഫിൽ ജവ്വാൽ, ജവ്വാലിലാണ് കളിക്കേണ്ടത്, എനിക്ക് മൊബൈലിലാണ് കളിക്കാൻ സമ്മതിക്കാത്തത്. അപ്പൊ അൽ ജദ്, കം വക്തൻ തഖ്ലി ബിൽ ജവ്വാലി കുല്ലി യൗമിൻ, എത്ര നേരമാണ് നീ ഒരു ദിവസം മൊബൈലിൽ ചിലവഴിക്കുന്നത്? അലാ തുഹിബ് ഹാദാ മുളിറുൻ ലിസിഹ്ഹതിക, ഇത് നിന്റെ ആരോഗ്യത്തിന് ദോഷം ചെയ്യും. അതാ മുളിറു മീൻസ് ദോഷം ചെയ്യുന്നതാണ്. ലിസിഹ്ഹതിക, നിന്റെ ആരോഗ്യത്തിന്. ഇൽ അബ ഫിൽ മൈദാനി, നീ ഗ്രൗണ്ടിൽ കളിക്കൂ. മഅ അസ്ദിഖാഇക, നിന്റെ കൂട്ടുകാരോടൊപ്പം. അലാ തുഹിബ്ബു സുഹ്ബതഹും, അവരുടെ കൂട്ടുകെട്ട് നീ ഇഷ്ടപ്പെടുന്നില്ലേ? അലാ തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നില്ലേ? സുഹ്ബതഹും, അവരുടെ കൂട്ടുകെട്ട്. യാ ബുനയ്യ, മോനെ. അസ്സിഹ്ഹത്തു സർവത്തുൻ, യാ ബുനയ്യ, മോനെ. അസ്സിഹ്ഹത്തു സർവത്തുൻ അളീമത്തുൻ ഫിൽ ഹയാത്ത്, ആരോഗ്യം ജീവിതത്തിലെ മഹത്തായ ഒരു സമ്പത്താണ്. അസിഹത്തു സർവത്തുൻ, സിഹത്ത് ആരോഗ്യം, സർവത്തിന് ഒരു സമ്പത്താണ്. അളീമത്തുൻ, മഹത്തായ. ഫിൽ ഹയാത്ത്, ജീവിതത്തിൽ. ലാ തബ്കി, കരയണ്ട. യബുനയ്യ, മോനെ, കരയണ്ട. ഗദൻ, നാളെ. നറുഹു ഇല മോൾ, നമുക്ക് മാളിലേക്ക് പോകാം. വനസ്തരി അൽ മലാബിസ, എന്നിട്ടോ വസ്ത്രങ്ങൾ വാങ്ങാം.
വനത്തനാവലുൽ ഗിദാ ഭക്ഷണം കഴിക്കാം, മിനൽ മത്അം അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിക്കാം, വസ്ത്രങ്ങൾ വാങ്ങാം, മാളിലേക്ക് നാളെ പോകാം. ഇപ്പൊ എനിക്കറിയണ്ട. അപ്പൊ ഐമൻ ലാ ഇല്ല, ഗദൻ സയജ്രി മഅരിദുൽ ഇൽമി ഫി മദ്രസത്തി, നാളെ എൻ്റെ സ്കൂളിൽ സയൻസ് എക്സിബിഷൻ നടക്കുകയാണ്. സയജ്രി, യജ്രി മീൻസ് നടക്കുന്നു. മഅരിൽ എക്സിബിഷൻ, മഅരിദുൽ ഇൽം സയൻസ് എക്സിബിഷൻ, ഫി മദ്രസത്തി അൽജദ്. അപ്പോൾ ഉപ്പാപ്പ പറയുന്നു ഇതൻ എന്നാൽ നറൂഹു ഫി യൗമിൽ അഹദിൽ ഖാദിം, വരുന്ന ഞായറാഴ്ച നമുക്ക് പോകാം. ഇതൻ അപ്പോൾ നറൂഹു ഫി യൗമിൽ അഹദിൽ ഖാദിം, നെക്സ്റ്റ് സൺഡേ. അയ്വ ഓക്കെ, അന മുസ്തഅദുൻ, ഐ ആം റെഡി, മുബ്തസിമൻ, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി. യഖ്റുജു ഐമൻ ഇലൽ മൈദാനി ബികുറത്തിൻ, ഐമൻ അതും പറഞ്ഞുകൊണ്ട് ബോളും കൊണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. സിതാർ. അപ്പോൾ ഒന്നാമത്തെ സീൻ അവിടെ കഴിഞ്ഞു. നുറാജു അന്നസ വനതവഖു, ഈ പാഠഭാഗം വായിച്ചു നോക്കിയിട്ട് ഈ കാര്യം പരിശോധിക്കാം. ഫി യദിഹി ജവ്വാലുൻ, അവൻ്റെ കയ്യിലൊരു മൊബൈൽ ഫോണുണ്ട്. യദിഹി, ഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ, ഹി എന്നും ഹു എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ. അലാ തുഹിബ്ബു സുഹബത്തഹം, അവരുടെ സുഹബത്ത്, അവരുടെ കൂട്ടുകെട്ട് നീ ഇഷ്ടപ്പെടുന്നില്ലേ? സുഹബത്തഹും, ഹും മീൻസ് അവരുടെ. ഫീഹ അരീക്കത്തുൻ, അതിലൊരു സോഫയുണ്ട്. ഹ അത്. അപ്പൊ ഹി, ഹ, ഹും ഇതൊക്കെ എന്താണ്? ലമീറുകളാണ് അല്ലേ? എന്ത് ലമീറാണിത്? ഈ ലമീറുകൾ ഈ ഹു എന്നും ഹ എന്നും ഒക്കെയുള്ള ഈ രണ്ട് ലമീറുകൾ അല്ലേ, ഹു ഹ മറ്റൊന്നിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് മാത്രം വരുന്നതാണ്. ഹും ഒറ്റക്കും വരും, കൂടെ ചേർന്നുകൊണ്ടും വരും. ഓക്കെ, ഏതായാലും ഈ ലമീറുകളുടെ അർത്ഥം അവൻ, അത്, അവർ എന്നൊക്കെയാണ്. ഇനി നുക്മിലുൽ ഫിഖറത്ത, നമുക്ക് ഈ പാരഗ്രാഫ് പൂരിപ്പിക്കാം. ബിലമ ഇറ മുനാസിബത്തിൻ, അനുയോജ്യമായ ലമീറുകൾ വെച്ചുകൊണ്ട്. ഐമനു ദാരിസുൻ ഫിസ്സഫി സാമിൻ, ഐമൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ലഹു ഉഖ്തുൻ, അവനൊരു സഹോദരിയുണ്ട്. ലഹു അവനുണ്ട്, ഉഖ്തുൻ ഒരു സഹോദരി. ഇസ്മുഹ റജ, അവളുടെ പേര് റജ എന്നാണ്. അവളുടെ എന്നതിന് ഹ. മദ്രസത്തുഹു ഫിൽ മദീനത്തി, അവൻ്റെ സ്കൂൾ മദീനത്തിലാണ്, പട്ടണത്തിലാണ്. മദ്രസത്തുഹു അവൻ്റെ സ്കൂൾ. ഹുമാ യദ്ഹബാനി, അവർ പോകുന്നു. ഇലൽ മദ്രസത്തി, സ്കൂളിലേക്ക്. മഅൽ അസ്തിഖായി, കൂട്ടുകാരോടൊപ്പം. വ സ്വദാഖത്തുഹും അമീഖത്തുൻ, അവരുടെ കൂട്ടുകെട്ട് ഗാഠമാണ്. ഗാഠമായ മീൻസ് നല്ല കൂട്ടുകെട്ടാണ്, ആഴത്തിലുള്ള കൂട്ടുകെട്ടാണ്. സ്വദാഖത്തുഹും അവരുടെ കൂട്ടുകെട്ട്. ഇനി അൽ മഷഹദു സാനി, രണ്ടാമത്തെ സീൻ. രണ്ടാമത്തെ സീൻ സ്കൂളിൽ എക്സിബിഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? ആ എക്സിബിഷനാണ് രണ്ടാമത്തെ സീനിൽ കാണുന്നത്. ഓക്കെ. അലൽ മസ്രഹി, സ്റ്റേജിന്റെ മേലെയുണ്ട്. കിഷ്ക മഅരിദിൽ ഇൽമി, സയൻസ് എക്സിബിഷന്റെ 2 സ്റ്റാളുകൾ. കിഷ്കുൻ മീൻസ് സ്റ്റാൾ, കിഷ്ക 2 സ്റ്റാളുകൾ. മഅരിദിൽ ഇൽമി സയൻസ് എക്സിബിഷന്റെ. ഫിഹിമ, അവയിലുണ്ട്. ഇൻസാലത്തുൻ, ഒരു റോബോട്ട്. വനല്ലാറാത്തുൻ ഇഫ്തിറാലിയ, വെർച്വൽ ഗ്ലാസസ്. വെർച്വൽ ഗ്ലാസസും റോബോട്ടുമുണ്ട്. ഇതാണ് വെർച്വൽ ഗ്ലാസ്, ഒരു ഗ്ലാസസ് ആണ് അല്ലെ, കണ്ണടയാണ്. പിന്നെ റോബോട്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെയാണ് സ്റ്റാളിലുള്ളത്. വറ അൽ മസ്രഹി, സ്റ്റേജിന്റെ പിൻവശത്ത്, പിന്നിൽ. മുൽസഖുൻ, ഒരു പോസ്റ്റർ ഉണ്ട്. ബി മുനാസബത്തിൽ യൗമിൽ ആലമിൽ ഉലൂം, വേൾഡ് സയൻസ് ഡേയോട് അനുബന്ധിച്ച് ഉള്ള ഒരു പോസ്റ്റർ സ്റ്റേജിന്റെ പിന്നിൽ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടായിട്ട് വെച്ചിട്ടുണ്ട്. ഐമൻ, ജോർജ്, ലീന, ഈ 3 കുട്ടികളും തുല്ലാബുൽ മദ്രസത്തി ഫിസാമിൻ, ആ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഹും യതജവ്വലൂന ഫി ഖാഅത്തിൽ മഅരിദ്, ആ എക്സിബിഷൻ ഹാളിൽ അവർ ചുറ്റിക്കറങ്ങുന്നുണ്ട്. യതജവ്വലൂന, അവർ ചുറ്റിക്കറങ്ങുന്നു. ഫി ഖാഅത്തിൽ മഅരിദ്, എക്സിബിഷൻ ഹാളിൽ. ഖാഅത്ത് മീൻസ് ഹാള്. ഹത്ത വസലു ഇലൽ കിഷ്കിൽ അവൽ, അങ്ങനെ അവർ 1ാമത്തെ കിഷ്കിൽ എത്തിച്ചേർന്നു. സാഹിബുൽ കിഷ്ക്, ആ സ്റ്റാളിന്റെ ഓണർ. ഹയ്യ നറുഹ് ഇലൽ ആലമിൽ ഫലാഇ, നമുക്ക് ബഹിരാകാശത്തേക്ക് പോയാലോ? ഹയ്യ നറുഹ്, നമുക്ക് പോകാം. ഇലൽ ആലമിൽ ഫലാഇ, ബഹിരാകാശത്തേക്ക് പോകാം. പിന്നെയോ വ അമാഖിൽ ബിഹാരി, അതേപോലെ കടലിന്റെ ആഴങ്ങളിലേക്ക് പോകാം. അമാഖ്, അമാഖ് ആഴങ്ങൾ. വഗാബത്തിൽ ആമസോൺ, ആമസോൺ കാടുകളിലേക്ക് പോകാം. സത്തക്കൂന തജ്രിബത്തുൻ നാദിറത്തുൻ ഫി ഹയാത്തിക്കും, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ
വളരെ അപൂർവമായ അനുഭവമായിരിക്കും. ലീന, കൈഫ നറൂഹ്, നമ്മൾ എങ്ങനെ പോകും? സാഹിബുൽ കിഷ്ക് അയാൾ പറയുന്നു, നറൂഹു ബി മുസാഅദത്തി ഹാദിഹി നല്ലാറ, ഈ ഗ്ലാസിന്റെ സഹായത്തോടെ നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ ഗ്ലാസസ് അല്ലേ, നല്ലാറത്തുൻ ഇഫ്തിറാദിയ, വിർച്വൽ ഗ്ലാസസ് അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ജോർജ് ചോദിക്കുന്നു, അഹാദിഹി നല്ലാറ ഇഫ്തിറാദിയ, ഇത് വിർച്വൽ ഗ്ലാസ് അല്ലേ? അപ്പൊ സാഹിബുൽ കിഷ്ക് പറയും, തൊബാൻ, തീർച്ചയായും, തഫല്ലലു, വരൂ, ഇൽബസു ഹാദിഹി നല്ലാറ, ഈ കണ്ണട ധരിക്കൂ, ഈ കണ്ണട വെച്ചോളൂ. അങ്ങനെ ഇൽബസൂന നല്ലാറത്തഹും, അവർ അവരുടെ ആ കണ്ണട വെക്കുന്നു. വയുഷാഹിദൂന അൽ മനാദിറ അൽ മുതഅജ്ജിബ, അത്ഭുതകരമായ കാഴ്ചകൾ കാണുന്നു. വയതമത്തഊന ബിഹ, അതവരെ ആസ്വദിക്കുന്നു. അപ്പൊ ഈ കണ്ണട വെച്ചപ്പോൾ വളരെ അത്ഭുതകരമായ കാഴ്ചകളാണ് അതിൽ അവർക്ക് കാണാൻ കഴിയുന്നത്. ഐമൻ പറയുകയാണ്, ആ കണ്ണട വെച്ചുകൊണ്ടുള്ള കാഴ്ചകൾ കണ്ടപ്പോൾ ഐമൻ പറയുകയാണ്, വല്ലാഹി അജീബ്, അത്ഭുതകരമായിരിക്കുന്നു. മാ അജ്മല ഹാദിഹിൽ മനാദിറ സമാവിയ, എന്തൊരു മനോഹരമായ കാഴ്ചകളാണ് ഈ ആകാശ കാഴ്ചകൾ. മാ അജ്മൽ, എന്തൊരു മനോഹരമാണ്, ഹാദിഹിൽ മനാദിറ സമാവിയ, ഈ ആകാശ കാഴ്ചകൾ. അപ്പോ ഐമൻ ആകാശത്തെത്തി, ബഹിരാകാശത്ത് ഉള്ള കാഴ്ചകളാണ് കാണുന്നത്. അപ്പൊ അവിടെ നമ്മൾ ബഹിരാകാശത്ത് എത്തിയതുപോലെ ഇരിക്കും ഈ കണ്ണട വെച്ചാൽ. ഹക്കൻ, ശരിക്കും, യഥാർത്ഥത്തിൽ, സത്യമായിട്ടും, അനഫിൽ ഫലാ, ഞാനിപ്പോൾ ബഹിരാകാശത്തിലാണുള്ളത്. അപ്പൊ ആ ഒരു ഫീലാണ് അവന് തോന്നുന്നത്. ലീന, മുതഹയ്യറത്തൻ, വെപ്രാളപ്പെട്ടുകൊണ്ട്, പേടിച്ചുകൊണ്ട്, സുബ്ഹാനല്ലാ അൽ ആന അഹൂദു ഫി ഉംഖിൽ ബഹർ, ഇപ്പോൾ ഞാൻ കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അൽ ആൻ, ഇപ്പോൾ, അഹൂദു, ഞാൻ ഇറങ്ങിച്ചെല്ലുന്നു, ഫി ഉംഖിൽ ബഹരി, കടലിന്റെ ആഴത്തിലേക്ക്. അങ്ങ് ആഴക്കടലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യാ അല്ലാഹ്, ഹീതാനുൻ കബീറത്തുൻ ഹൗലി, എൻ്റെ ചുറ്റും വലിയ മത്സ്യങ്ങളുണ്ട്, വലിയ മത്സ്യങ്ങളൊക്കെ ചുറ്റും നീന്തി കളിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. ജോർജ്, മാഷാ അല്ലാഹ്, ഗാബത്തുൽ ആമസോണി മുഖീഫ, ഭയാനകമായ ആമസോൺ കാട്. ജോർജ് എത്തിയിരിക്കുന്നത് ആമസോൺ കാട്ടിലാണ്. അനഫി വസത്തിൽ ഹൈവാനാത്തിൽ മുഫ്തരിസ, വന്യമൃഗങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ചുറ്റും സിംഹവും പുലിയും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബഅദ നിസ്ഫി സഅത്തിൻ, അങ്ങനെ അരമണിക്കൂറിന് ശേഷം, യഖ്റുജൂന മിനൽ കിഷ്കിൽ അവൽ, ഒന്നാമത്തെ ആ കിഷ്കിൽ നിന്നും അവർ പുറത്തിറങ്ങുന്നു. ഐമൻ, ഹക്കൻ, ശരിക്കും, കാനത്ത് തജ്രിബത്തു നാദിറത്തൻ വ മുഅജിബത്തൻ, ആ അനുഭവം വളരെ അപൂർവവും വളരെ അത്ഭുതകരവുമായിരുന്നു. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. വലം അഷ്ഉർ ബി മുറൂരിൽ വഖ്ത്, സമയം പോയത് അറിഞ്ഞില്ല. വലം അഷ്ഉർ, ഞാൻ അറിഞ്ഞില്ല, ബി മുറൂരിൽ വഖ്ത്, സമയം പോയത്. കൈഫ കാനത്ത് തജ്രിബത്തുകുമാ, നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ ലീന, വല്ലാഹി മുദ്ഹിഷ ജിദ്ദൻ, ഞാൻ വളരെ അമ്പരന്നിരിക്കുകയായിരുന്നു. അൽ ഹൈവാനത്തുൽ ബഹരിയത്തു, കടൽ ജീവികൾ, തസ്ബഹു ഹവാലയ്യ, എൻ്റെ ചുറ്റും നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. തസ്ബഹു, നീന്തുന്നു, ഹവാലയ്യ, എൻ്റെ ചുറ്റും. ജോർജ്, അനമുബ്ഹിറുൻ മിസ്ലക്കി, നിന്നെ പോലെ തന്നെ ഞാനും അമ്പരന്നിരിക്കുകയാണ്. കുന്തു ഫി വസത്തിൽ ഗാബത്തിൽ മുസ്ലിമ, ഞാൻ ഇരുണ്ട കാട്ടിന്റെ നടുവിലായിരുന്നു, വസത്തു, നടുവിൽ. അഅജബത്നി അൽ ഹൈവാനാത്തുൽ മുഫ്തരിസ, ആ വന്യമൃഗങ്ങളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. ലീന, അങ്ങനെ ഇവർ അതിന്റെ കാഴ്ചകളൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് അല്ലേ. അപ്പോൾ ലീന പറയുന്നു, ഷുഫ് ഹുനാക, അവിടെ നിൽക്കൂ, ഫി ദാലിക്കൽ കിഷ്കി ഇൻസാല, ആ കിഷ്കിലൊരു ഇൻസാലത്തുണ്ട്, ഒരു റോബോട്ട് ഉണ്ട്. താൽ, വരൂ, നസുർ, നമുക്ക് പോകാം, നമുക്ക് ആ ഇൻസാലത്തിന്റെ അടുക്കലേക്ക് പോകാം. അങ്ങനെ അവർ ആ റോബോട്ടിനെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു. രണ്ടാമത്തെ സ്റ്റാളിൽ റോബോട്ടാണുള്ളത്. യദ്ഹുലുൽ അസ്തിഖാഉ കിഷ്കൽ ഇൻസാല, ഇൻസാലത്തുള്ള ആ റോബോട്ടുള്ള കിഷ്കിലേക്ക് അവർ കയറുന്നു. അപ്പോൾ സാഹിബുൽ കിഷ്ക് പറയുന്നു, ഹലോ അഹ്ലൻ വസഹ്ലൻ, ഹലോ, വെൽക്കം വെൽക്കം. ജോർജ്, മസ്മു ഹാദിഹിൽ ഇൻസാല, ഈ റോബോട്ടിന്റെ പേരെന്താണ്? സാഹിബുൽ കിഷ്ക്, സൽഹ മുബാശിറൻ, അവളോട് തന്നെ നേരിട്ട് ചോദിച്ചോളൂ. സൽ, ചോദിക്കൂ, മുബാശിറൻ, സൽഹ, അവളോട് ചോദിക്കൂ, മുബാശിറൻ, നേരിട്ട്. സതുജീബു അൻ ജമീഇ അസ്ഇലത്തിക്കും, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അവൾ ഉത്തരം തരും. സതുജീബു, അവൾ ഉത്തരം പറയും. അൻ ജമീഇ അസ്ഇലത്തിക്കും, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും. ലീന, അപ്പൊ ലീന ചോദിക്കുകയാണ് റോബോട്ടിനോട്, മസ്മുക്കി, നിന്റെ പേരെന്താണ്? മുവാജിഹത്തൻ ഇലൽ ഇൻസാല, ഇൻസാലത്തിലേക്ക്, റോബോട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇൻസാല, റോബോട്ട് പറയുന്നു, അന ഡോണ, ഞാൻ ഡോണയാണ്. ലീന, കം ഉംറുക്കി, നിന്റെ പ്രായം എത്രയാണ്? ഇൻസാല, ഉംരി സനത്താനി, 2 വയസ്സാണ്. ലീന, മാഷാ അല്ലാഹ്, കം ലോത്തൻ തതഹദ്ദസീന, നീ എത്ര ലാംഗ്വേജ് സംസാരിക്കും? കം ലോത്തൻ, എത്ര ഭാഷ, തതഹദ്ദസീന, നീ സംസാരിക്കും?
ഇൻസാല ഹംസ ലുഗാത്തിൻ 5 ഭാഷകൾ. 5 ഭാഷകൾ അറിയാം റോബോട്ടിന്. ജോർജ് ഹൽ തുംതിറു സമാഉ ബുക്രത്തൻ ഫി കേരള. നാളെ രാവിലെ കേരളത്തിൽ മഴ പെയ്യുമോ? ഹൽ തുംതിറു മഴ പെയ്യുമോ? സമാവ് ഹൽ തുംതിറു സമാവ് മീൻസ് മഴ പെയ്യുമോ? ബുക്രത്തൻ രാവിലെ, അതായത് നാളെ രാവിലെ. ഫി കേരള കേരളത്തിൽ. ഇൻസാല പറയുന്നു സതുംതിർ ബൈന സാഅത്തി സാമിനത്തി വൽ ആശറത്തി സ്വബാഹൻ ഫി അൻഹായി കേരള ഫി അൻഹായി കേരള. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാളെ രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിൽ മഴ പെയ്യും. സതുംതിറു മഴ പെയ്യും ബൈന സാഅത്തി ബൈന അസാഅത്തി സാമിനത്തി വൽ ആശറത്തി 10 മണിക്കും 8 മണിക്കും ഇടയിൽ ബൈന സ്വബാഹൻ രാവിലെ. ഫി അൻഹായി കേരള കേരളത്തിന്റെ പല ഭാഗങ്ങളിലും. നാഹിയത്തുൻ ജമ അൻഹാ ഭാഗങ്ങൾ. സുബ്ഹാനല്ലാഹ് ഇഖ്തിറാഅത്തുൽ ഇൻസാനി അജീബ. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ വളരെ അത്ഭുതകരം തന്നെ. അജീബത്ത് മാ അഅലമ ഖാലിഖൽ ഇൻസാൻ. അപ്പോൾ ഇത്രയും മഹാനായ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് എന്തൊരു വലിയ മഹാനായിരിക്കും. മനുഷ്യൻ തന്നെ ഇത്രയും മഹത്തായ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. എന്നാൽ ഈ മനുഷ്യനെ സൃഷ്ടിച്ച മനുഷ്യൻ ഇത്രയും ബുദ്ധി മനുഷ്യന്റെ ഉള്ളിൽ നൽകിക്കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് എത്ര മഹാനായിരിക്കും എന്ന് പറയുകയാണ് ഐമൻ. അങ്ങനെ എൻസരിഫുൽ അസ്തിഖാവ് മിനൽ മസ്റഹ്, അവർ സ്റ്റേജിൽ നിന്നും പിരിഞ്ഞു പോകുന്നു. അസിത്താർ, അതോടെ കട്ടൻ വീഴുന്നു. 2ാമത്തെ സീനും കഴിഞ്ഞു. ഇനി ഒരു സീനും കൂടെ ഉണ്ട്. നുറാജു നഫഹമു, നമുക്ക് പടവാം വായിച്ചു നോക്കി മനസ്സിലാക്കാം. മസ്മുക്കി, നിന്റെ പേരെന്താണ്? കി മീൻസ് നിന്റെ. പെണ്ണിനോടാണെങ്കിൽ കി എന്ന് ചോദിക്കും, നിന്റെ എന്ന് പറയാൻ. ആണിനോടാണെങ്കിൽ ക. കൈഫ കാനത്ത് തജ്രിബത്ത് കുമ, നിങ്ങളുടെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? കുമ മീൻസ് നിങ്ങളുടെ. നിങ്ങൾ 2 പേരാണെങ്കിലാണ് കുമ എന്ന് പറയുന്നത്. തജ്രിബത്തുൻ നാദിറത്തുൻ ഫി ഹയാത്തിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ അപൂർവമായ അനുഭവം. കും മീൻസ് നിങ്ങൾ, 2ൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ജമ. അന മുബ്ഹിറുൻ മിസ്ലക്കി, നിന്നെ പോലെ ഞാനും മുബ്ഹിറാണ്, ഞാനും അമ്പരന്നിരിക്കുകയാണ്, മുബ്ഹിറാണ്. കി നീ അല്ലേ? ഓക്കെ, അതൊക്കെ ലമീറുകളാണ്. വഫി യോമിൽ അഹദി, ഞായറാഴ്ച സാറ ജോർജ് വലീന ബൈത്ത് ഐമൻ, ജോർജും ലീനയും ഐമന്റെ വീട് സന്ദർശിച്ചു. ഫകാനത്ത് ഉമ്മുഹു ജാലിസത്തൻ ഫി വാജിഹത്തിൽ ബൈത്ത്, ഐമന്റെ ഉമ്മ കാനത്ത് ജാലിസത്തൻ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫി വാജിഹത്തിൽ ബൈത്ത്, വീടിന്റെ മുൻവശത്ത്. ഫദാറൽ ഹിവാറു, അപ്പോഴൊരു സംഭാഷണം നടന്നു. ഇവർ വന്നപ്പോൾ ഉമ്മയും ഇവരും തമ്മിൽ സംഭാഷണം. നുക്കുമിലു ഹാദൽ ഹിവാറ, ഇത് നമുക്ക് പൂരിപ്പിക്കണം സംഭാഷണം. ഉമ്മ ആദ്യം പറയുകയാണ് അഹ്ലൻ വസഹ്ലൻ, സ്വാഗതം. മസ്മുക്ക, നിന്റെ പേരെന്താണ്? ക എന്നവിടെ ചേർക്കുക, നിന്റെ. ജോർജ്, അന ജോർജ്, ഞാൻ ജോർജ് ആണ്. അല്ലുമ്മ് വ അൻതി, നീയോ? ലീന പറയുന്നു അന ലീന, ഞാൻ ലീനയാണ്. അല്ലുമ്മ് ഐന ബൈത്തുക്കി, ഐന ബൈത്തുക്കുമ, 2 പേരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഐന ബൈത്തുക്കുമ, നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പൊ ലീന പറയുന്നു ബൈത്തുന ബിജാനിബിൽ മദ്രസ, ഞങ്ങളുടെ വീട് സ്കൂളിന്റെ അടുത്താണ്. ജോർജ് ഐന ഐമൻ, ഐമൻ എവിടെ? ഉമ്മ പറയുന്നു ഹുവഫി ഗുർഫത്തിഹി, അവൻ അവന്റെ റൂമിലാണ്. ഗുർഫത്തിഹി, അവന്റെ റൂമിൽ. മർഹബൻ ബിക്കുമ യാ ജോർജ് വലീന, അപ്പോൾ ഐമൻ വന്നു അല്ലെ. ഐമൻ പറയുകയാണ് മർഹബൻ ബിക്കുമ, നിങ്ങൾക്ക് സ്വാഗതം. ജോർജ് ലീനെ, നിങ്ങൾക്ക് സ്വാഗതം. 2 പേരായതുകൊണ്ടാണ് കുമ എന്ന് പറഞ്ഞത്. അല്ലും തസുറുനി, എന്നെ സന്തോഷിപ്പിക്കുന്നു. സ്വദാക്കത്തുക്കും, നിങ്ങളുടെ സൗഹാർദ്ദം. യാ ഉലാദി, കുട്ടികളെ നിങ്ങളുടെ ഈ സൗഹാർദ്ദം എന്നെ സന്തോഷിപ്പിക്കുന്നു. ജോർജ് ഹയ്യ നറോഹ് ഇലൽ മൈദാൻ, നമുക്ക് മൈതാനിലേക്ക് പോകാം, വരൂ നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോകാം. ഹയ്യ നറോഹ്, വരൂ നമുക്ക് പോകാം. ഇലൽ മൈദാൻ, ഗ്രൗണ്ടിലേക്ക്. ഐമൻ ആസിഫ്, സോറി. അന അറൂഹു ഇലൽ മോൾ, ഞാൻ മാളിലേക്ക് പോവുകയാണ്. മഅ ജദ്ദി, എൻ്റെ ഉപ്പാപ്പയുടെ കൂടെ. ജോർജ് നതമന്ന ലക റിഹ്ല സഈദ, വി വിഷ് യു എ ഹാപ്പി ജേണി. എന്നാ പിന്നെ സന്തോഷകരമായി പോയി വരൂ. ഇലൽ ലിഖാ, സീ യു. ഐമൻ മഅ സലാമ, ബൈ. അങ്ങനെ അവർ പോകുന്നു. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ അൽ മഷദു സാലിസ് പഠിക്കാം.